പ്രിയമുള്ളവരെ, വചനജ്വാല 1076 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 11 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ 1 മക്കബായരുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യൂദാസിന്റെ മരണം. നിക്കോനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദെമോത്രിയോസ് ബെക്കിദസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തന്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോടുകൂടെ വിട്ടു. അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബോലയിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 152-ാം ആണ്ട് 1-ാം മാസം അവർ ജെറൂസലേമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരും 2,000 കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി. അപ്പോൾ യൂദാസ് 3000 ധീരയോദ്ധാക്കളുമായി എലയാസയിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു. ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 പേർ മാത്രം അവശേഷിച്ചു. തന്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുകയാണെന്നും കണ്ടപ്പോൾ യൂദാസിന്റെ മനമിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവർ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം. അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കതിന് കഴിവില്ല. ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചു പേരെയുള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാകരുത്. ബെക്കിദസിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ 2 ഗണമായി വിഭജിച്ചു. കവണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടെ മുൻനിരയിൽ നീങ്ങി. ബെക്കിദേസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള സൈന്യവിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കത്ത് കാലാൾപ്പട മുന്നോട്ടു നീങ്ങി. യൂദാസിനോടുകൂടെ ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി. സൈന്യങ്ങളുടെ ശബ്ദകോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. ബെക്കിദേസും അവന്റെ ശക്തമായ സൈന്യവും വലതുവശത്താണ് എന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അലത്തോസ് മല വരെ ഓടിച്ചു. ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞു നിന്ന് യൂദാസിന്റെയും കൂട്ടരെയും പിന്നാലെയെത്തി. യുദ്ധം ഭീകരമായി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ കന്യകയായ വിശുദ്ധ ക്ലാരയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. നമുക്കേറെ സുപരിചിതയായ പുണ്യവതിയായ ക്ലാര പുണ്യവതി ക്ലാര സഭയുടെ സ്ഥാപക കൂടിയാണ്.
അസീസിയിലെ ഒരു യോദ്ധാവിന്റെ 3 പെൺമക്കളിൽ മൂത്ത മകളാണ് ക്ലാര. 15 വയസ്സായപ്പോൾ വീട്ടുകാർ വിവാഹം ആലോചിച്ചു. അപ്പോൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാൻ ഫ്രാൻസിസ് അസീസി പുണ്യവാനുമായി ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ക്ലാര. 1212 ഒരു കുരുത്തോല പെരുന്നാളിൽ വൈകിട്ട് പോർഷിയാങ്കുള ദേവാലയത്തിൽ പോയി പരിശുദ്ധാത്മാവെ വരിക എന്ന പാട്ടുപാടി പ്രായശ്ചിത്ത വസ്ത്രമണിഞ്ഞ് തലമുടി മുറിച്ച് അരയിൽ ചരട് ചുറ്റി ബെനഡിക്റ്റൻ മഠത്തിൽ താമസിച്ചു. വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചിട്ടും തിരികെ പോയില്ല. ക്ലാരയ്ക്ക് വേണ്ടി ഒരു ഭവനം തയ്യാറാക്കി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സഹോദരി ആഗ്നസും അമ്മ ഓർത്തോളാനായും കുറെ സ്ത്രീകളും കൂടിയപ്പോൾ ക്ലാര സഭയ്ക്ക് തുടക്കമായി. ദാരിദ്ര്യം, പ്രായശ്ചിത്തം, മാംസവർജനം തുടങ്ങി വ്രതത്രയങ്ങളെടുത്ത് സൈന്യം ആക്രമിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ച് ഓടിച്ചു കളഞ്ഞു. 25 വർഷത്തോളം രോഗിണിയായി ക്ലാര വിശുദ്ധ കുർബാന മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. 59-ാം വയസ്സിൽ ശാന്തയായി വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം അടർന്നു വീണു. നമുക്കിന്ന് വിശുദ്ധ ക്ലാര പുണ്യവതിയെ അനുസ്മരിച്ച് പുണ്യവതിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു.